வணக்கம். நம்ம இன்னைக்கு எங்க வந்து பாத்தீங்கன்னா கொச்சின் தாங்க வந்திருக்கோம். இது எதுக்குன்னு பாத்தீங்கன்னா நம்ம பழைய வேஸ்ட் பாத்தீங்கன்னா நம்மளோட குழந்தைங்களோட டைப்பர் இருக்குங்களா, குழந்தைங்களோட பாத்தீங்கன்னா பெரியவங்களோட டைப்பர் இதையும் போட்டு யூஸ் பண்ணிக்கலாம். அப்புறம் வந்து குழந்தைங்க டைப்பரும் இருக்கு, அது இந்த குழந்தைங்க டைப்பர் யூஸ் பண்ணிக்கலாம். வேக்யூம் பேடு, அப்புறம் பாத்தீங்கன்னா நம்மளோட முடி இருக்கு தலை முடி, அது கூட இந்த போட்டு நம்ம இது பண்ணிக்கலாம். இதுல பாத்தீங்கன்னா வந்து எந்த ஒரு வாடகையும் வராது. அதுல பாத்தீங்கன்னா நம்ம மிளகா இருக்கு பாத்தீங்களா, அது நம்ம தனியா நெருப்புல போட்டோம்னா நல்ல வாசனை வரும், காரம் மூக்கு வரைக்கும் ஏறும். அந்த இது பொறுத்த வரைக்கும் நம்ம எந்த ப்ராப்ளமும் இல்லை. இதை போட்டோம்னா வெளியில வாசனையே வராது. இது எப்படி தயார் பண்றாங்க, என்ன மாதிரி மேனுஃபேக்சரிங் பண்றாங்கன்னா வீடியோ பார்க்க போறோம். வாங்க வீடியோக்குள்ள போகலாம். சார் வணக்கம் சார். வணக்கம். உங்க பேர் சொல்லுங்க சார். எந்த பேர் சார்? கம்பெனி நேம் சொல்லுங்க சார். கம்பெனி நேம் കൊച്ചിൻ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഇന്ന പ്രോഡക്റ്റിന്റെ പേര് ഇഗ്നസ് ഫർണസ്. ഇത് പേറ്റന്റ് കിട്ടിയേക്കുന്ന പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ഇന്ത്യ കേരളത്തില് ഇന്ന സാധനം ഇൻസിനറേറ്റർ പണിടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 15 കൊല്ലത്തോളമായി, 15 വർഷമായി. ഇത് നമ്മുടെ പേറ്റന്റ് മോഡലാണ്, ഒരു ഡിസൈനാണ്, നമ്മൾ ചെയ്തെടുത്തതാണ്. അതെ, ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഡയപ്പർ, കിടപ്പ് രോഗികളുടെ ഡയപ്പർ, കുട്ടികളുടെ ഡയപ്പർ, അങ്ങനെയുള്ള വീട്ടിലുള്ള വേസ്റ്റുകളില്ല എല്ലാമേ ഇതിനകത്തിട്ട് കത്തിക്കാൻ പറ്റും. നമ്മുടെ വീടുകളിലേക്ക് ഏറ്റവും കോമ്പാക്ട്, നമുക്ക് വീടുകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലാണിത്. ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റും. നമ്മുടെ എന്ത് ആവശ്യത്തിന്, ഇപ്പൊ ഒരു ചെറിയ ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷനിലെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തിട്ട് കത്തിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്കൊരു ലൈറ്റ് എടുത്തു കത്തിച്ചോ. ഓക്കെ, കത്തിച്ചോ. എന്നാ തന്നെ കത്തിച്ചോ. ന്യൂസ് പേപ്പർ കത്തിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നു. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വേസ്റ്റ് അതിപ്പോ ഇടല്ലേ, അത് വെള്ളം വെച്ചില്ല. ഇതിപ്പോ ഇതെല്ലാം ഇട്ടില്ലേ, തുണിയും പോടണം. ഇപ്പൊ ഈ തുണി നമുക്ക് പഴയ തുണികൾ നമുക്ക് ഇതിനകത്തേക്ക് നേരെ ഇടാം. ഇപ്പൊ ഡയപ്പറിൽ വലിയ ഡയപ്പറിൽ വെള്ളം ഉണ്ടാകും, വാട്ടർ ഉണ്ടാകും, തണ്ണി പോകും. ഡയപ്പർ പോയിട്ട് ഇതിന്റെ കൂടെ ഈ ഒരു കമ്പി ഉണ്ടാകും. ഇതില് നേരെ നമ്മൾ ഇതാക്കി വെച്ചിട്ട് നേരെ നീരങ്ങ് വെച്ചേട്ടാ മതി. വലിയ ആൾക്കാരുടെ ഡയപ്പർ വേസ്റ്റോട് കൂടി തന്നെ ഇതങ്ങനെ കത്തിപ്പൊക്കോളൂ. കേട്ടാ, ഇതെല്ലാം കത്തിപ്പൊക്കോളൂ. ഇത് കത്തി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്തേക്ക് ഇട്ട് കത്തിക്കാം. കുട്ടികളുടെ ഡയപ്പറൊക്കെ ഡയറക്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടേച്ചാൽ മതി. ഓക്കെ, ஆனா முடி எடுத்துட்டோம். அந்த முடி இட்டோம், மனம் உண்டாகும். எல்லா பொருளும் போடணும் சொல்றாங்க. நம்ம தலை முடி பாத்தீங்களா, அதையும் போட போறோம். இவருக்கு பாத்தீங்கன்னா எல்லா இதுவும் போட்டுருவோம். இது வரைக்கும் எந்த ஒரு ஸ்மெல்லும் வரல. பக்கத்துல இருக்கிற எனக்கு எதுவுமே ஸ்மெல்லு கூட வரல. மிளகா, காஞ்ச மிளகா இருக்குதா, இது நம்ம வீட்டுல வந்து பாத்தீங்கன்னா இது பண்ணும்போது பாண்டில் வச்சு தட்டு வச்சு கொடுப்போம். அப்போ ஒரே நெறியா இருக்கும். இங்க போட போறோம். எந்த ஒரு தண்ணி வச்சலும் இல்லை, எந்த ஒரு இதுவுமே இல்லை. சுத்தமாயிட்டு கத்திക്കാൻ പറ്റും. இது எவ்வளவு நேரம் இங்க ஹீட் இருக்குல்ல, ഇത് നമ്മുടെ വേസ്റ്റുകൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്ത് എന്തോരം വേണമെങ്കിൽ കത്തിച്ചോളൂ. ഇത് 450 ഡിഗ്രി ടെമ്പറേച്ചർ വരെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് രണ്ട് സൈഡിൽ നിന്ന് ഏറി കയറിയാണ് ഇത് കത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുവിധം എന്ത് വേസ്റ്റുകളും പെട്ടെന്ന് കത്തിപ്പോകും. ഇപ്പൊ കണ്ട ഡയപ്പർ, നമ്മൾ ഇട്ട ഡയപ്പർ വെള്ളം ഒഴിച്ച ഡയപ്പറാണ്, കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. பாத்தீங்கன்னா தண்ணி நினைச்சு போட்டுருக்காரு, அப்படியே இதாக ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കത്തി തീരും. കണ്ടാ, തീർന്നത്. ആ ഡയപ്പർ തീർന്നില്ല, എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേസ്റ്റ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഇത് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കത്തിക്കല്ലോ, കുറച്ച് പോലെ നമുക്ക് ഇപ്പൊ കാണാം. അന്ന് നോക്കി இது பாத்தீங்கன்னா நம்ம இயற்கை உரத்துல யூஸ் பண்ணிக்கலாம். ஏன்னா பாத்தீங்கன்னா கால உரம் போடுறோம், அது அப்படியே நமக்கு உரமா கீழே கரைக்கி கொடுப்பாரு. பழைய தென்னை மரம் வச்சுருந்தா பார்த்து, தென்னை மரம் வச்சுருந்தா பார்த்தீங்கன்னா அந்த இடத்துல நல்லா யூஸ்ஃபுல்லாக இருக்கும். ஏன்னா பார்த்தீங்கன்னா ரோடெல்லாம் கீழே ஊழ்ந்து கிடக்கும், தேவையில்லாம இதாகும். இது இருக்குன்னா நம்மளோட இது உரமாக்கி நம்மளோட மரத்துக்கே திருப்பி ரீசைக்கிள் மாதிரி பண்ணி கொடுக்கலாம். അതവിടെ ഇങ്ങോട്ടോ ഇട്ടോ.
ഇതിനകത്ത് നമുക്ക് കത്തിച്ച് കളയാവുന്നത്, ബേൺ ചെയ്ത് കളയാവുന്ന എന്ത് മാലിന്യങ്ങളും നമുക്ക് ഇതിനകത്ത് കത്തിച്ച് കളയാൻ പറ്റും. നമ്മുടെ വീട്ടില് വരുന്ന വേസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് കത്തിക്കാൻ വേണ്ടി പറ്റും. ഇത് കോമ്പാക്ട് മോഡലാണ്. നമുക്ക് ഇത് നമ്മൾ വീടുകളിലെ ആവശ്യങ്ങള്, ഓഫീസിൽ അങ്ങനെയുള്ളിടത്തൊക്കെ പറ്റിയ മോഡലാണ് ഇത്. ഇനി ഇതിന്റെ പെരുസുണ്ട്. ഇതിന്റെ പെരുസ് എന്ന് പറഞ്ഞാൽ വലിയ ഫാക്ടറികൾ അങ്ങോട്ടുള്ള അതിന്റെ മോഡലുണ്ട്. പിന്നീടുള്ള നമുക്ക് ഇൻസിനറേറ്റർ ആണ്, പോക്കോളിലുള്ള മോഡല്. അകത്ത് കണ്ടില്ലേ പോക്കോളിലുള്ളത്, അതുണ്ട്. ഇത് നമുക്ക് വീടുകളിലേക്ക് എല്ലാം ഇത് മതിയാവും. ഇതിന് വേറെ കംപ്ലൈന്റുകൾ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല. ഇത് നമ്മൾ ഒരൊറ്റ വട്ടം മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഫുഡ് ഗ്രേഡ് സ്റ്റീലാണ് ഇത്. അതുകൊണ്ട് കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഒന്നും വരികയില്ല. ഇതിന് നമ്മൾ 3 വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, ഒരു വാറന്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ വാറന്റി കാർഡ് ഉൾപ്പെടെയാണ് നമ്മൾ സാധനം കൊടുക്കുന്നത്. അതെ, സർവീസ് കാര്യങ്ങളൊന്നും വരില്ല. ഇതിന്റെ ഇപ്പോഴത്തെ ഹൈറ്റോ ഇതിപ്പോ 2.5 അടി ഹൈറ്റ് ഉണ്ട്. അതെ, നമ്മളിപ്പോ ഇട്ടേക്കുന്ന എന്തെങ്കിലും ബാക്കിയുണ്ടോ ഇപ്പൊ 10 തീർന്നതുണ്ടോ, അത് ഫുള്ള് കത്തി തീരും. ഇപ്പൊ ഈ ജീൻസ് ഫുൾ പാന്റ് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഇടുകയാണ്. ആ തുണി ഇട്ടത് പോയില്ലേ. വീടിന്റെ വേസ്റ്റുകളോ കാര്യങ്ങളോ അണ്ണ കൊഞ്ചപടി എന്റെ സൈഡിലുണ്ടല്ലോ അണ്ണ, അങ്ങനെ നിന്നോ. ഇതിന്റെ കൂടെ ഇത് സൈഡിലുണ്ട്. മുളക് വേണമെങ്കിൽ മുളക് കൂടെ காந்த மிளகாய் அதையும் இதுல போடணும். அதுவும் காந்த மிளகாய் போட்டு டப்பு டப்பு டப்புன்னு வெடிக்கும், புகை அதிகமாகும். இந்த பொறுத்த வரைக்கும் மனம் வராது, எந்த ஒரு வாசனையும் வராது. பக்கத்துல ஆன் பண்ணதுல இருந்து நம்ம பக்கத்துல நிற்கிறோம், எந்த ஒரு வாசனையும் வரல. இதுல பார்த்தா முடி போட்டுருக்கோம், வேஸ்ட் எல்லாமே போட்டுருக்கோம். നീ കട്ട് കേട്ടോ കിട്ടോട്ടെ. ലേഡീസിന്റെ പാഡ് ഇടണത് ലേഡീസിന്റെ പാട് 3 പീസും കൂടെ ഇടയില്. കാരണം അത് വീഡിയോ എടുത്തോ, പാട് ഇടുമ്പോ തന്നെയുള്ള വീഡിയോ എടുത്തോ. கட்டை கூட போடுவீங்க, கட்டை கூட போடலாம். மொத்தம் നമ്മള് വീട്ടിൽ തന്നെ അവരെ കത്തിക്കേണ്ടി വരും. ஒரு நாளைக்கு நம்ம எவ்வளவு சார் ப்ரொடக்ஷன் பண்றோம்? നമുക്ക് ഇപ്പൊ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് കൊടുക്കാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എല്ലായിടത്തേക്കും സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, ignessindia.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്.
ആ വെബ്സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് ആർക്ക് കയറി ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ നമ്മള് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മള് ഇഗ്നസിന്റെ ഇതിൽ കയറി നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കില്ലേ നമ്മൾ സാധനം അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർക്ക്. ഇപ്പൊ തമിഴ്നാട്ടിലെ കർണാടക അങ്ങോട്ടേക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാ വീട്ടിലേക്കും ആവശ്യമുള്ള സാധനമാണ്. നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ള വസ്തുക്കളുണ്ടല്ലോ, ഈ കത്തിച്ച് വേണ്ട കുറെ സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ ഗാർഡൻ വേസ്റ്റുകൾ, അങ്ങനെയുള്ള ഡയപ്പർ, കുട്ടികളുടെ ഡയപ്പർ, പാഡ്, ലേഡീസിന്റെ പാഡ്, ഇതെല്ലാം കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വേണ്ടതാണ്. മിക്ക വീട്ടിലേക്ക് ഇത് വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് പ്രോഡക്റ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഞങ്ങൾ കൊറിയർ അയച്ച് സാധനം എത്തിച്ചു തരാം. ഞങ്ങൾ நிறைய ഫോട്ടോസ് பார்த்திருக்கேன். கம்பெனி வச்சிருக்காங்க. மத்தவங்க என்ன வித்தியாசம்? ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ചേർന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ ഏറി ഒരു ടർബൈൻ മോഡലിലാണ് ഇത് കത്തുന്നത്. ഒരു ടർബൈൻ മോഡലിലാണ് ഇത് കത്തുന്നത്. പിന്നെ ഇതൊരു പേറ്റന്റഡ് മോഡലാണ്. ഇത് നമുക്ക് ഈ ഡിസൈൻ നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇതൊരു പേറ്റന്റഡ് മോഡലാണ്. ഇത് இந்த ப்ராடக்ட் வேணும்னு சொன்னாங்க, எத்தனை நாள் நம்ம கையில கிடைக்கும்? മിനിമം 10 ഡേയ്സിനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനുള്ളിലായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. 10 days എത്തിക്കാം. ஆஃபர் பண்ணி சொல்லிருக்கீங்க, அது என்ன மாதிரி ஆஃபர்? ഓഫർ അല്ല, നമ്മുടെ പേജിൽ ഒരു ഗീവവേയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇഗ്നസ് ഇന്ത്യ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് ലൈക്ക് ചെയ്ത് അതിൽ ഒരു കമന്റ് ഇട്ടിട്ട് 3 ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ വീഡിയോ 3 പേർക്ക് ഷെയർ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഇന്ത്യ ഫാർമസ് ഫ്രീ ആയി കൊടുക്കും. ഓൾ ഓവർ ഇന്ത്യ എവിടെയാണെങ്കിലും ഒരാൾക്ക് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഫ്രീ ആയി കൊടുക്കും. இந்த இக்னஸ் ஃபவுண்டேஷனுக்கு ஃப்ரீயா வேணுமா? உங்களுக்கு ஒரு சூப்பர் ஆஃபருங்க. ஸ்டாஃப் ஃபாலோ பண்ணிட்டு കമന്റ് ഇടണം. ஒரு கமெண்ட் இட்டா போதும். இந்த വീഡിയോ ഷെയർ பண்ணிடണം. ஷேர் பண்ணிடணும். ഓക്കെ. ഷെയർ பண்ணி வரவங்களுக்கு തെരഞ്ഞെടുക്കുന്ന കമന്റ് ഇടുന്നതിൽ നിന്ന് ഒരാളെ നമ്മൾ തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുക്കുന്നവർക്ക് കമന്റ് പിക്കർ വഴി തെരഞ്ഞെടുത്തിട്ട് ആ ആൾക്ക് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇന്ത്യയിൽ എത്തിച്ചു കൊടുക്കും. ഫ്രീ ആയി കൊടുക്കും. சார் என்ன சொல்ற பாத்தீங்கன்னா, தேர்ந்தெடுத்து குழுங்கிறது பாத்தீங்கன்னா ஒரு ஆளுக்கு மட்டும் ஃப்ரீயா வந்து எந்த ஊரெல்லாம் டெலிவரி பண்ணி கொடுக்க சொல்லியிருக்காங்க ஃப்ரீயாவே. சார் இந்த ஆஃபர் எத்தனை நாள் இருக்கு? നമ്മള് ജൂൺ 13-ാം തീയതിയാണ് ഇതിൽ നറുക്കെടുക്കുന്നത്. നറുക്കെടുക്കുന്നത് അന്ന് നമ്മള് നമ്മുടെ ഈ പേജിൽ തന്നെ വിളംബരം പങ്കിടും. ആരാണ് വിജയിച്ചത് ലൈവായി ഇൻസ്റ്റാഗ്രാം ലൈവായി തന്നെ നമ്മള് കുറി എടുക്കും. ഇതിന്റെ വീഡിയോ ഇല്ല, ഇത് ഇതിന്റെ പേജിക്ക് വേണ്ടി ഞങ്ങൾ ഒരു പ്രൊമോഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ഓഫർ. അപ്പൊ കാശില്ലാത്തവർക്കാണെങ്കിൽ ഇതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അപ്പൊ ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഈ സാധനം അവിടെ എത്തിച്ചു കൊടുക്കും. നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് www.ignesindia.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന നമ്പർ 8129099900 നമ്പറിലേക്ക് കോൾ பண்ணி കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. എപ്പോ കോൾ പറഞ്ഞാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വിളിച്ചോളാം. നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മൾ പിറ്റേതാണ് തിരിച്ചു വിളിക്കും. ഓക്കെ, താങ്ക് യു.